Hello, welcome to another episode of Shahnaaz in Wonderland. എൻ്റെ ന്യൂ ഡ്രീം ക്യാച്ചർ കണ്ടോ? നല്ല രസമില്ലേ? എനിക്കിഷ്ടമാണ് ഡ്രീം ക്യാച്ചേഴ്സ്. ഹോപ്പ് യു ഓൾസോ ലൈക്ക് ഇറ്റ്. ഇഷ്ടമാണോ? പിന്നെ ഡ്രീം ക്യാച്ചേഴ്സ് ആൻഡ് ഫാൻറ്റസി വേൾഡ് എൻ്റെ ഫേവറേറ്റ് ആണ്. ഫാൻറ്റസി വേൾഡ് ഒരു രസമാണ്. ഇമാജിനേറ്റീവ് വേൾഡിൽ പോകുന്നത് ഭയങ്കര രസമാണ്. അപ്പം ഞാൻ തീം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു 13, 14, 15 അഡോളസെൻ്റ് ഏജ്, ആ ടീനേജിൻ്റെ സമയത്തുള്ള ബോയ്സ് ഫോബിയ ആണ് എൻ്റെ ടോപ്പിക്. ഗേൾസ് ഓൺലി സ്കൂളിലാണല്ലോ പഠിച്ചത്, ഫസ്റ്റ് തുടങ്ങി 10th വരെ. 9th 10th ബോർഡിങ്. അപ്പോൾ അറിയാലോ, ഒരു എക്സ്പോഷർ ഇല്ല. ബോയ്സായിട്ട് നമ്മൾ നെയ്ബറിങ് ബോയ്സൊക്കെ ആയിട്ട് ഒക്കെ കുറച്ച് സംസാരിക്കുക, അതൊക്കെ പിന്നെ നല്ല ഫ്രണ്ട്ലി ആണല്ലോ. പക്ഷേ സ്ട്രേഞ്ചേഴ്സിനോട് സംസാരിക്കാൻ നല്ലൊരു പേടിയായിരുന്നു. സ്ട്രേഞ്ചേഴ്സ് ബോയ്സിനോടൊക്കെ, ആണുങ്ങളോടോ തന്നെ, മെന്നാണെങ്കിലും ബോയ്സ് ആണെങ്കിലും ഒക്കെ സംസാരിക്കുമ്പോൾ ഭയങ്കര ഒരു ടെൻഷനായിരുന്നു. അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ എന്ന് വെച്ചാൽ, പക്ഷേ ഇപ്പോൾ എനിക്ക് ആ പേടിയൊക്കെ കുറേ കല്യാണം കഴിഞ്ഞപ്പോഴൊക്കെ ഉണ്ടായിരുന്നു പേടി. പക്ഷേ പിന്നെ സലീംക്ക എന്നെ നല്ല എല്ലാ ഓർഗനൈസേഷൻസ് അങ്ങനത്തെ എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി എക്സ്പോഷർ തന്ന്, എല്ലായിടത്തും സംസാരിച്ച്, എല്ലായിടത്തും പുറത്തൊറ്റയ്ക്ക് പോകാൻ ധൈര്യം തന്നതുകൊണ്ട് ഞാനിപ്പോൾ നല്ല സ്ട്രോങ് ആണ്. പക്ഷേ അന്നത്തെ കാലത്ത് ഇപ്പോഴത്തെ കുട്ടികൾ പക്ഷേ ഇപ്പോഴേ സ്ട്രോങ് ആണല്ലോ. അത് നല്ലൊരു കാര്യം. ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പ്രൗഡ് ഫീലാണ്. ഞാൻ പഠിച്ച സ്കൂളിൽ 10th സ്റ്റാൻഡേർഡ് സെൻറ്റ് ജോസഫ് പട്ന, ആ 10th സ്റ്റാൻഡേർഡ്സിന് ഒരു പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അവിടുത്തെ വെച്ച സ്കൂൾസ് എന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് പട്നയിലെ 4 ബെസ്റ്റ് സ്കൂൾസേ ഉള്ളൂ, 4 ബെസ്റ്റ് സ്കൂൾസ്. ആൻഡ് ദേ വർ സെൻറ്റ് ജോസഫ് ആൻഡ് നോട്ടർഡാം ഫോർ ഗേൾസ്, സെൻറ്റ് മൈക്കിൾസ് ആൻഡ് സെൻറ്റ് സേവിയേഴ്സ് ഫോർ ബോയ്സ്. ഇപ്പം കുറേ ഇൻ്റർനാഷണൽ പല ടൈപ്പ് സ്കൂൾസ് വന്നിട്ടുണ്ട്. പക്ഷെ അന്ന് അതായിരുന്നു ബെസ്റ്റ്. പിന്നെ അപ്പോൾ ഈ 10th സ്റ്റാൻഡേർഡ് നമ്മൾ 10th സ്റ്റാൻഡേർഡ്സ് ഈ സ്കൂൾസിലെ 10th സ്റ്റാൻഡേർഡ്സിനെ ഇൻവൈറ്റ് ചെയ്യും ഞങ്ങൾ സ്കൂളിലേക്ക്. എന്നിട്ട് ഒരു പാർട്ടി പോലെ ഒരു ഫങ്ഷൻ, കുറേ ഗെയിംസൊക്കെ വെച്ചിട്ട് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പക്ഷെ ഫസ്റ്റ് ടൈം എക്സ്പോഷർ വിത്ത് സ്ട്രേഞ്ചർ ബോയ്സ് ആൻഡ് ഗേൾസ്. പിന്നെ ഓക്കെ, ഗേൾസായിട്ട് പിന്നെ നമ്മൾ എക്സ്പോഷർ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ തന്നെ ഹോസ്റ്റ് ചെയ്യുക. നോ ടീച്ചേഴ്സ് അലൗഡ്, നോ വൺ അലൗഡ്, ഓൺലി സ്റ്റുഡൻസ്. അപ്പോൾ എന്തോ ഒരു രസമായിരുന്നു. അതിൽ കുറേ ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ ഇൻട്രൊഡക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ പിന്നെ പറയാം. ഇപ്പം തന്നെ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. എനിക്ക് അത്ര നല്ല ബെസ്റ്റ് സ്കൂളിൽ കിട്ടിയത് എന്ന് വെച്ചാൽ, മിനിസ്റ്റേഴ്സിൻ്റെ മക്കളൊക്കെ ഉണ്ട് ആ സ്കൂളിൽ, ബെസ്റ്റ് സെൻറ്റ് ജോസഫിൽ. അപ്പോൾ എൻ്റെ പപ്പ കുർച്ചി ഹോലി ഫാമിലി ഹോസ്പിറ്റൽ പട്നയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സിസ്റ്റേഴ്സിൻ്റെ മിഷനറി ഹോസ്പിറ്റലാണ്, സിസ്റ്റേഴ്സിൻ്റെ ഇതാണ്, ഹോസ്പിറ്റലാണ്. അപ്പോൾ മെയിൻ സിസ്റ്റർ പപ്പാനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എൻ്റെ പപ്പ ഭയങ്കര ഹാൻഡ്സമും ആയിരുന്നു, ഹാർഡ് വർക്കിംഗ് ആയിരുന്നു. അപ്പോൾ സിസ്റ്റേഴ്സിൻ്റെ പെറ്റായിരുന്നു. അങ്ങനെ എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടിയത് ഒരു പൊല്ലാപ്പായി. എന്താ വെച്ചാൽ, വീക്കെൻഡ്സിൽ എപ്പോഴെങ്കിലും പോകുമ്പോൾ, പപ്പൻ്റെ കൂടെ പോകുമ്പോൾ സിസ്റ്റർ കാണുമ്പോൾ, ഹൗസ് യുവർ മാർക്സ് നൗ, ഹൗസ് ഹർ റിസൾട്ട്സ് നൗ, എപ്പോഴും എൻ്റെ മാർക്ക് ചോദിക്കും ആ സിസ്റ്റർ. അപ്പോൾ ഞാൻ ആ സിസ്റ്ററിനെ കാണുമ്പോൾ എപ്പോഴും മുങ്ങി മുങ്ങി കളിക്കലാണ്. അപ്പോൾ അങ്ങനെയാണ്. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ബോയ്സ് ഫോബിയൻ്റെ ഈ 10th സ്റ്റാൻഡേർഡ് പാർട്ടീൻ്റെ നെക്സ്റ്റ് എപ്പിസോഡിൽ പറയാം. ഓക്കെ, ബൈ ഫോർ നൗ. എൻജോയ് യർ ഡേ. ബൈ.